Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, miss. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? മിസ് എടുത്തോളത്തോളം വരെ ഓക്കെ. നെക്സ്റ്റ് ഡിസാസ്റ്റർ പാരഡിഗ്മ, മാതൃക. ഡിസാസ്റ്ററിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് പല വേർഡ്സുകളിൽ അങ്ങനെ പറയാറുണ്ട് അല്ലെ? ഡ്രൈവർ എന്നുള്ള വേർഡുകളിൽ അല്ലെ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുക എന്ന് പറയുന്നില്ലേ? അതേപോലെ ഡിസാസ്റ്ററിന്റെ ഓരോ വേർഡുകളും ഓരോ ലെറ്റേഴ്സും, സോറി വേർഡല്ല, ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് ഡി ഫോർ ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ ആ വേർഡ്? ഡിറ്റക്ഷൻ, കണ്ടെത്തൽ അല്ലെ? അപ്പൊ നമ്മ അടുത്തിടെ കേട്ടാണ് അർജുന്റെ ഇതിൽ അല്ലെ ഡിറ്റക്ഷൻ മെഷീൻ കൊണ്ടുവന്നിട്ട് ലോറിയുടെ ഭാഗം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞ കേട്ടിരുന്നോ ന്യൂസില്? ഓക്കെ, അപ്പൊ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാല് കണ്ടുപിടിക്കുക അല്ലെ? നെക്സ്റ്റ് ഐ ഫോർ ഇൻസിഡന്റ് കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ് എന്നോ ഇൻസിഡന്റ് മാനേജ്മെന്റ് എന്നോ പറയും. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം അവിടെ. എന്താണ്? ഒരു ഇൻസിഡന്റ് കണ്ടെത്തി കഴിഞ്ഞ് ഒരു ഇൻസിഡന്റ് കമാൻഡ് കൊടുക്കാണ് അല്ലെ, നിർദ്ദേശം കൊടുക്കാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ചെയ്യണം അല്ലെ, കൈകാര്യം ചെയ്യണ്ടേ ഒരു സംഭവം. നെക്സ്റ്റ് മിസ് അത് കൂടുതൽ ഇതായി പറഞ്ഞു തരാട്ടാ. എസ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എന്താണ്? ആ ഇൻസിഡന്റ് സംഭവിച്ച ആളുകൾക്ക് എന്ത് കൊടുക്കണം? നമുക്ക് സുരക്ഷ കൊടുക്കണം അല്ലെ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷ നൽകണം. നെക്സ്റ്റ് എ ഫോർ അസസ് ഹസാർഡ്. എന്താണ്? അപകടങ്ങൾ വിലയിരുത്തുക. ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാല്യുവേഷൻ നടത്തും അല്ലെ, അസസ് ചെയ്യും. ചെയ്യാറുണ്ടോ? അത് എത്രത്തോളം അവിടെയുള്ള ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്, എക്കണോമിക്കലി ആയും അല്ലെ, സോഷ്യലി ആയും ഹെൽത്ത് റിലേറ്റഡ് ആയും അവർ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ഇവാലുവേഷൻ നടത്തും അല്ലെ, അസസ് ചെയ്യുന്നു. നെക്സ്റ്റ് എസ് ഫോർ സപ്പോർട്ട്. അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണ്ടേ? നമുക്ക് പിന്തുണ നൽകണം അല്ലെ? ഏനോ ആ ജനതയ്ക്ക് പിന്തുണ നൽകുക, സപ്പോർട്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ട്രയേജ്. ടി ഫോർ ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. അവർക്ക് എന്ത് കൊടുക്കണം? ആവശ്യമായിട്ടുള്ള അല്ലെ, അവരുടെ പേഷ്യൻസിന്റെ അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവരെ നമ്മൾ സോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകുക. എന്ന് ഉദ്ദേശിക്കുന്നത് ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ഇവാക്വേഷൻ, ഒഴിപ്പിക്കണോ? അവിടെ ബാക്കി വരുന്ന ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ഒഴിപ്പിക്കല്ലേ? ഇവാക്വേഷൻ, ഒഴിപ്പിക്കൽ. ഒഴിപ്പിക്കോ? അതല്ലേ അവര് വേണ്ടി നമ്മ അവിടെ തന്നെ താമസിപ്പിക്കോ? ഒഴിപ്പിക്കല്ലേ? ഒഴിപ്പിക്കൽ. നെക്സ്റ്റ് ആർ റിക്കവറി. നമ്മ അവരെ വീണ്ടെടുക്കണം അല്ലെ, ആ കമ്മ്യൂണിറ്റിനെ വീണ്ടെടുക്കണോ? R for recovery. മിസ് ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെടുത്തി പറയാം. ഇപ്പൊ ഒരു ഇൻസിഡന്റ്, ഇപ്പൊ ഒരു കാലാവസ്ഥ നിരീക്ഷകർ എന്ത് ചെയ്യും? ഇപ്പൊ എന്താണ്? ശക്തമായ മഴ പെയ്യാൻ പോണ് അല്ലെ, അപ്പൊ ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകും. വയനാട് അവര് മുൻകർ അലേർട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ? വയനാട് ദുരന്തം സംഭവിച്ചപ്പോ അവർക്ക് ആദ്യം ഒരു മുൻകരുതൽ കൊടുത്തിട്ടുണ്ടായോ? അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അവിടുന്ന് പോയില്ല അല്ലെ, മാറി താമസിച്ചില്ല. അതുകൊണ്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ട് വന്നേ. അപ്പൊ എന്താണ്? ആദ്യം എന്ത് ചെയ്യാ? കാലാവസ്ഥ നിരീക്ഷകർ എന്ത് ചെയ്യും? ഡിറ്റക്ഷൻ ചെയ്യും അല്ലെ, കണ്ടുപിടിക്കും. ഇന്നൊരു ഇൻസിഡന്റ് സംഭവിക്കാം, മണ്ണൊലിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഇത്ര ദിവസം ശക്തമായ മഴ ഉണ്ടാവാം എന്ന് അവർ കണ്ടുപിടിക്കില്ലേ?
ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പറയാണ് കേട്ടോ. അപ്പൊ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ കമാൻഡ് കൊടുക്കും അല്ലെ, ഈ സ്ഥലത്ത് താമസിക്കുന്നവർ എന്ത് ചെയ്യാം, അവിടെ നിന്ന് മാറി താമസിക്കണം. അത് കൊടുക്കാറുണ്ടോ? അലേർട്ട് കൊടുക്കാറുണ്ടോ? റെഡ് അലേർട്ട്, ബ്ലൂ, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇൻസിഡന്റ് കമാൻഡ് ആണ് അല്ലെ അത്. നെക്സ്റ്റ് എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കും അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? ഫുഡ്, മെഡിസിനുകള് അല്ലെ, ഇലക്ട്രിസിറ്റി, വൈദ്യുതി എല്ലാം എത്തിച്ചു കൊടുത്ത് അവരെന്ത് ചെയ്യും? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതമായി അവരെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കും. ഓക്കെ ആണോ? അതിനുശേഷം ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരത് അസസ് ചെയ്യും അല്ലെ, വിലയിരുത്തും. അത് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രത്യേക സ്ഥലത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങള് അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. നെക്സ്റ്റ് എസ്, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുന്നു അല്ലെ, പിന്തുണ നൽകുന്നു അല്ലെ. പുറമേ നിന്നുള്ളതാണെങ്കിലും രാജ്യത്തിനകത്ത് നിന്നുള്ള ആളുകളാണെങ്കിലും അല്ലെ, രാഷ്ട്രീയ നേതാക്കളുടെ വക അല്ലെ, എല്ലാവരും വലിയ ഒരു സപ്പോർട്ട് നൽകുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്? ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകില്ലേ? ട്രീറ്റ്മെന്റ് നൽകുന്നു. നെക്സ്റ്റ് എന്താണ്? ബാക്കി ആ സ്ഥലത്ത് ബാക്കി അവശേഷിക്കുന്ന ആളുകൾ എന്താണ്? ഇവാക്വേഷൻ ചെയ്യുന്നു അല്ലെ, ഒഴിപ്പിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ആ പ്രദേശത്തുള്ളവരെ നമുക്ക് വീണ്ടെടുക്കണം അല്ലെ. ചിലപ്പോ അവരെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവർക്ക് എക്കണോമിക്കലായി ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ടാവാം, വീട്ടിലുള്ള ഫാമിലീസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാം? വീണ്ടെടുക്കുക. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള നീഡ്, ആവശ്യകത എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള പേഷ്യൻസ്, രോഗികൾ അല്ലെങ്കിൽ അവിടെ ബാധിച്ച ആളുകളെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ഹെൽത്തിലി, ആരോഗ്യപരമായി എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന ആളുകളെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ഹോസ്പിറ്റലിലേക്കല്ലേ. അപ്പൊ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ? ആവശ്യമുണ്ടോ? ഉണ്ടല്ലേ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളിലെ ഹോസ്പിറ്റലുകള് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ഡയഗ്നോസിസ് ചെയ്യുക, അവർക്ക് വേണ്ട മെന്റലി എന്താണ് സൈക്കോളജിക്കലി ആയും ഫിസിക്കലി ആയും അവർക്ക് ട്രീറ്റ്മെന്റുകൾ നൽകുന്നതൊക്കെ എവിടെ നിന്നാണ്? ഹോസ്പിറ്റലുകളിൽ നിന്നല്ലേ. ആണോ? അപ്പം ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിങ് ലൈവ്സ്. ഹോസ്പിറ്റലിന് എന്താണ് ഉത്തരവാദിത്വം? ജനങ്ങളുടെ, ആളുകളെ ജീവൻ രക്ഷിക്കുക അല്ലേ. ആണോ? ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഹോസ്പിറ്റൽ. They also provide 24/7 emergency care services and hence ഇവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആളുകൾക്ക് 24 മണിക്കൂറും, ആഴ്ചയിൽ 24 മണിക്കൂറും എന്താണ്? എമർജൻസി കെയറിലെ അടിയന്തര പരിചരണം ഇവര് എൻഷുർ ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു. And hence the public receive its main resources for diagnosis, treatment and follow up for both physical and
സൈക്കോളജിക്കൽ കെയർ. പബ്ലിക് എന്തായിട്ടാണ് ഹോസ്പിറ്റലുകളെ സ്വീകരിക്കുന്നത്? ജനങ്ങൾക്ക് ഫിസിക്കലി ആയും സൈക്കോളജിക്കലി മാനസികമായും എന്താണ് ഡയഗ്നോസിസ് ചെയ്യുന്നതിന്, അല്ലെ, രോഗനിർണയം നടത്തുന്നതിനും ചികിത്സകൾ ലഭ്യമാക്കുന്നതിനും അവർക്ക് വേണ്ട ഫോളോ അപ്പ് അഡ്വൈസുകൾ നൽകുന്നതിനുമുള്ള മെയിൻ റിസോഴ്സസ്, പ്രധാന ഉറവിടമായി ഹോസ്പിറ്റലുകളെ പബ്ലിക്കുകള് ജനങ്ങള് സ്വീകരിക്കുന്നു, അല്ലെ? അപ്പൊ അങ്ങനെയല്ല ഹോസ്പിറ്റലിനെ സ്വീകരിക്കുന്നത്. നമുക്ക് ആ മാനസികപരമായി അല്ലെങ്കിൽ നമുക്ക് ശാരീരികപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മ എങ്ങോട്ടായിരിക്കും ആദ്യം പോകുന്നത്? നേരെ ഡോക്ടർ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകൂലേ? അപ്പൊ എന്താണ് പബ്ലിക്കുകള്, ജനങ്ങള് എന്താണ് ഹോസ്പിറ്റലുകളെ എന്താണ് അവരുടെ ഫിസിക്കലി ആയും ഹെൽത്തിലി ആയിട്ടും മാനസികപരമായും അവർക്ക് ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തുന്നതിനും ചികിത്സയ്ക്കും ഫോളോ അപ്പിന് വേണ്ടി ഹോസ്പിറ്റലുകളെ അവര് സ്വീകരിക്കുന്നു. ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് എമർജൻസി കെയർ ആൻഡ് ഹെൻസ് വെൻ disaster hits the society falls back upon the hospital to provide instant succor in the form of emergency medical care. ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് മെഡിക്കൽ കെയർ, എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യണം, അടിയന്തര പരിചരണം എക്സ്റ്റെൻഡ് ചെയ്യണം, വിപുലീകരിക്കണം. എപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്, വിപുലീകരിക്കേണ്ടത്? ഒരു നോർമൽ സിറ്റുവേഷനില് ഹോസ്പിറ്റലിൽ എമർജൻസി കെയർ വിപുലീകരിക്കണോ? ഒരു സാധാരണ രീതിയിലാണെങ്കിൽ, പ്രവർത്തനങ്ങളാണെങ്കിൽ അവിടുത്തെ എക്സ്റ്റെൻഡ് കെയർ അവിടെ വേണ്ട, അല്ലെ? പിന്നെ എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഏരിയയില് ഒരു ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട എമർജൻസി കെയർ, അടിയന്തര പരിചരണം നൽകുന്നതിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക. ക്ലിയർ ആയോ അത്? ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് എമർജൻസി കെയർ, ഹോസ്പിറ്റലില് എമർജൻസി കെയർ അടിയന്തര പരിചരണം വികസിപ്പിക്കണം, എക്സ്റ്റെൻഡ് ചെയ്യുക, വിപുലീകരിക്കണം. എപ്പോഴാണ്? ഒരു കമ്മ്യൂണിറ്റിയില് അല്ലെങ്കിൽ ഒരു സർട്ടൻ പ്ലേസിൽ, ഒരു സ്ഥലത്ത്, അല്ലെ, ഒരു ഏരിയയില് ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് കറക്റ്റ് രീതിയിലുള്ള പരിചരണം, എമർജൻസി കെയർ നൽകുന്നതിന് വേണ്ടി എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യുക. Whenever a hospital or a health care facility is met by a situation where it has to provide care to large number of patients in a limited time, which is beyond a normal capacity, constitute a disaster for the said hospital. ഒരു ഹോസ്പിറ്റൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും, ഒഴുക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെ? ഒരുപാട് പേഷ്യൻസ് അറ്റ് എ ഡേ, ഒരു ചിലപ്പോ 100 100 200 അല്ലെ പേഷ്യൻസിനെ കൊണ്ടുവരില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യണം? provide care to large number of patients in limited time. ഒരു particular ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ അവർ ഒരുപാട് പേർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? പരിചരണം നൽകേണ്ടി, സർവീസ് കൊടുക്കേണ്ടി വരും, അല്ലെ? വിച്ച് ഈസ് ബിയോണ്ട് നോർമൽ കപ്പാസിറ്റി. അതെങ്ങനെയാണ്? അവരുടെ ആ നോർമൽ കപ്പാസിറ്റിയിൽ, സാധാരണ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അവർ ഒരുപാട് പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റുകൾ നൽകേണ്ടി വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റല് ഒരു ഡിസാസ്റ്റർ രൂപീകരിക്കുകയാണ്, അല്ലെ? ആണോ? ഒരു അടിയന്തരാവസ്ഥ, ഒരു ക്രൈസിസ് രൂപീകരിക്കല്ലേ? ഒരു ക്രൈസിസ് രൂപീകരിക്കുന്നു. എന്താണ്? ഒരു ഡിസാസ്റ്റർ ഒരു ഏരിയയില്, അല്ലെങ്കിൽ ഒരു ഏരിയയില് എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിലേക്ക് എന്താണ്? അവിടുത്തെ നോർമൽ കപ്പാസിറ്റിയിലേക്ക് എന്താണ്? ഒരുപാട് പേഷ്യൻസിനെ ഒരു ലിമിറ്റഡ് ടൈമില് ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നു. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിൽ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ രൂപീകരിക്കുന്നു. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ?
Okay. A disaster for hospital is ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡിസാസ്റ്റർ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? Is a temporary lack of resources which is caused owing to sudden influx of unexpected patients. എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അടിയന്തരാവസ്ഥ, ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? പറയേ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരക്കുണ്ടാവും. എന്ത് ചെയ്യും? ലാക്ക് ഓഫ് റിസോഴ്സസ് അല്ലെ? ടെമ്പററി ലാക്ക് ഓഫ് റിസോഴ്സസ്, താൽക്കാലിക ക്ഷാമം നേരിടും റിസോഴ്സുകൾക്ക്, മെഡിസിനുകൾക്ക്, എക്യുപ്മെന്റ്സുകൾക്ക്, ബെഡുകൾക്ക്, ഹോസ്പിറ്റൽ സ്പേസ് അല്ലെ, സ്ഥലത്തിന്, ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് അല്ലെ ക്ഷാമം നേരിടും. ഒരുപാട് കാര്യങ്ങൾക്ക് ക്ഷാമം നേരിടും. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വിച്ച് ഈസ് കോസ്ഡ്, എന്തുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്? owing to sudden influx of unexpected patient load. എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് പേഷ്യൻസിന്റെ ഒഴുക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. തിരക്ക് വരുമ്പോൾ. ഓക്കെ ആയോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ. Next, hospital disaster management gives the opportunity to plan, prepare, and when needed enables a rational response in the event of disaster. Mass casualty incidents. അപ്പൊ എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾക്ക്, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്. എപ്പോ അവർക്ക് അവസരം കിട്ടുന്നത്? എപ്പോഴാണ്? ഒരു മാസ് ഇൻസിഡന്റ് അല്ലെ? മാസ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപകടം ഉണ്ടാവുക, വൻ അപകടം ഉണ്ടാകുമ്പോഴാണ് അതിനെ NCI മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറയുന്നത്. എന്താണ്? ട്രെയിൻ ആക്സിഡന്റ് അല്ലെ, എയറോപ്ലെയിൻ ക്രാഷ് അല്ലെ, അതൊക്കെ ഒരു ചെറിയ അപകടമാണോ? കുഞ്ഞി അപകടമാണോ? ആണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള വലിയ സ്ഫോടനങ്ങൾ വരിക അല്ലെ, ബോംബ് സ്ഫോടനങ്ങൾ നടക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിനാവശ്യമായ പ്രതികരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കണം അല്ലെ? പ്ലാൻ ഉണ്ടാക്കുക, അത് പ്രിപ്പയർ ചെയ്യുക, പിന്നെ എന്താണ്? അതിന് വേണ്ട റെസ്പോൺസ് ഉണ്ടാക്കുക അല്ലെ, പ്രതികരണം ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട പ്ലാൻ തയ്യാറാക്കാനും അത് പ്രിപ്പയർ ചെയ്യാനും അതിന് വേണ്ട റെസ്പോൺസ് പ്രതികരണം ഉണ്ടാക്കാനും ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആയില്ലേ? Next, disaster and mass casualty can lead to great confusion and inefficiency in the hospital. ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് സംഭവിച്ചാൽ ഹോസ്പിറ്റലിൽ എന്ത് ഉണ്ടാകുന്നു? എന്തിലേക്ക് നയിക്കുന്നു? ഗ്രേറ്റ് കൺഫ്യൂഷൻ അല്ലെ, വലിയ ആശയക്കുഴപ്പത്തിനും ഇൻഎഫിഷ്യൻസി കാര്യക്ഷമതയില്ലായ്മയിലേക്ക് നയിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് ഒരുപാട് പേരെ കൊണ്ടുവരുമ്പോ അല്ലെ, ആരെ നോക്കാം? ആദ്യം ചെക്കപ്പ് ചെയ്യണം അല്ലെ, ആദ്യം ആർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, ആദ്യം ആർക്ക് മെഡിസിൻ കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ചിലപ്പോ എന്താണ്? എല്ലാ രോഗികളുടെ അടുത്തും ആ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നഴ്സുമാർക്ക് അല്ലെങ്കിൽ ആ സർവീസുകൾ എത്തിക്കാൻ പറ്റാതെ വരുന്നു അല്ലെ. ഇല്ലേ? മെഡിസിനുകൾ എല്ലാവർക്കും കൊടുക്കാൻ എത്താതെ വരുന്നു. അപ്പോഴേക്കും മെഡിസിൻ ചിലപ്പോൾ തീർന്നു പോകാം അല്ലെ. എക്യുപ്മെന്റുകൾ എല്ലാവർക്കും ഇപ്പൊ എന്താണ്? നമുക്ക് ശ്വാസം അല്ലെ,
ബ്രീത്തിങ് ഇങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള മാസ്കുകൾ, ഓക്സിജൻ മാസ്കുകൾ. അപ്പൊ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നാല് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസാസ്റ്റർ സംഭവിക്കുക അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ എന്താണ് ഗ്രേറ്റ് കൺഫ്യൂഷനും വലിയ ആശയക്കുഴപ്പത്തിനും പിന്നെ എന്താണ് കാര്യക്ഷമതയില്ലായ്മയിലേക്കും നയിക്കുന്നു. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, they can overwhelm the hospital resources, staff, space and all supplies. എന്താണ് ഇത്? എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് മറികടക്കാൻ പറ്റില്ല അല്ലെ? ഇതൊക്കെ ഓവർവേം അതായത് ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ എന്ത് വേണ്ടത്? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ക്ലിയർ ആയോ? Again, overwhelm the hospital resources. ഹോസ്പിറ്റൽ റിസോഴ്സുകളുടെ ക്ഷാമം അല്ലേ? ലാക്ക്, സ്റ്റാഫുകളുടെ ക്ഷാമം, സ്പേസുകളുടെ ക്ഷാമം, ഓർ സപ്ലൈസ്, സപ്ലൈ ചെയ്യുന്നതിനുള്ള. ഓവർവെം മീൻസ് മറികടക്കുക, തരണം ചെയ്യുക എന്നൊക്കെ പറയില്ലേ? ഇത് ഓവർവെം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ക്ലിയർ ആയോ? സോറി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ക്ലിയർ ആയത്? Next, lack of any tangible plan to fall back up in times of disaster leads to a situation where there are many sources of command, many leaders, and no united effort to solve the problem. ഒരു കറക്റ്റ് രീതിയിലുള്ള ഒരു പ്ലാൻ ഇല്ല. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ദുരന്തം, ഒരു സ്ഥലത്ത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് അതെങ്ങനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ട വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ എന്ത് സിറ്റുവേഷനിലേക്കാണ്, എന്ത് അവസ്ഥയിലേക്കാണ് നയിക്കുന്നത്? Where there are many source of command അല്ലേ? കമാൻഡുകൾ പറയാൻ ഒരുപാട് ആളുകൾ വരും അല്ലേ? അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ? ഉണ്ടോ? വരാറുണ്ടോ? നമ്മുടെ എക്സ്പീരിയൻസ്ഡ് അല്ലത്. മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരും അല്ലെ? ഒരുപാട് കമാൻഡ്സുകൾ വരും, ഒരുപാട് ലീഡേഴ്സ് വരും അല്ലെ? നേതാക്കൾ വരും അല്ലെ? പല ആളുകളും ലീഡേഴ്സ് ആയിട്ട് വരും അല്ലെ? ഞാൻ ചെയ്യാം അല്ലെങ്കിൽ നീ ചെയ്യല്ലേ? ഒരുപാട് ലീഡേഴ്സ് വരും. ആൻഡ് നോ യുണൈറ്റഡ് എഫേർട്ട് ടു സോൾവ്. ഓരോരോ ആൾക്കാർ ഓരോന്ന് പറയും. ചിലപ്പോ ആ കാര്യം എന്താണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? ആൻഡ് നോ യുണൈറ്റ് എഫേർട്ട് ടു സോൾവ് ദ പ്രോബ്ലം. എന്താണ്? ആ കറക്റ്റ് രീതിയിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമകരമല്ലാത്ത എന്താണ് കറക്റ്റ് ഒരു സൊല്യൂഷൻ കിട്ടാത്ത രീതിയിൽ പ്രശ്നപരിഹാരം നടക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഓക്കെ ആണോ? ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ. ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാത്തത് എന്താണ്? ഡിസാസ്റ്ററിനെ, ഒരു ദുരന്തത്തെ എന്താണ്? അവിടെ ഒരുപാട് കമാൻഡുകൾ, ആജ്ഞകൾ ഉണ്ടാവുന്നു, ഒരുപാട് ലീഡേഴ്സ് വരുന്നു. പിന്നെ അതെന്താണ്? ഫലപ്രാപ്തിയിലുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് നയിക്കാതെയും വരുന്നു. നെക്സ്റ്റ്, therefore അതുകൊണ്ട് എന്തുണ്ടായിരിക്കണം? നമുക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ? ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? Therefore it is necessary that all hospital emergency plan, ഹോസ്പിറ്റലുകളിലെ എന്താണ് എമർജൻസി പ്ലാനുകൾ ഉണ്ടായിരിക്കും. Have the primary feature of defining the command structure in their hospital. ഹോസ്പിറ്റലിലെ എന്താണ് ഇതിനു വേണ്ട ഒരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഓരോരുത്തരും ഇങ്ങനെ കമാൻഡ് കൊടുക്കും അല്ലെ? ഇങ്ങനെയാണോ കമാൻഡ് സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ? നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ആരൊക്കെയാണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലുള്ളത് അല്ലെ? അപ്പൊ ഹെഡ് പറയൂ അല്ലെ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഹെഡ് അല്ലേ? ഹെഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് പ്രൈമറി ഫീച്ചർ ഈസ് ഡിഫൈൻഡ്.
കമാൻഡ് സ്ട്രക്ചർ ഇൻ ദ ഹോസ്പിറ്റൽ. അതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ എന്താണ് കമാൻഡ് സ്ട്രക്ചർ രൂപീകരിക്കുന്നു. ആൻഡ് ടു എക്സ്ട്രാപോളേറ്റ് ഇറ്റ് ടു ഡിസാസ്റ്റർ സിനാരിയോ വിച്ച് വിൽ ഡിഫൈൻ ജോബ് ഡെഫിനിഷൻ വൺസ് ദ ഡിസാസ്റ്റർ ബട്ടൺ ഈസ് പുഷ്ഡ്. ഒരു ഡിസാസ്റ്റർ ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓരോ ആളുകളും അതിന് വേണ്ട അല്ലെ, അതിന് നിയോഗിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ, ജോബ് റോള് കൊടുത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവര് കറക്റ്റ് രീതിയിൽ ആ ഡിസാസ്റ്റർ സിനാരിയോ, ആ ഡിസാസ്റ്റർ സാഹചര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയോ ഇത്? ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ആള് ഡിസാസ്റ്റർ വൺസ് ദ ഡിസാസ്റ്റർ ബട്ടൺ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് അവിടെ അതിന് വേണ്ട എക്സ്ട്രാപോളേറ്റ് എന്ന് പറഞ്ഞാല് കൺക്ലൂഷൻ അല്ലെങ്കിൽ മെത്തേഡ്. അപ്പൊ ഓരോരുത്തരും ആ ഡിസാസ്റ്റർ കുറയ്ക്കുന്നതിന് വേണ്ട അതല്ലെങ്കിൽ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, മെത്തേഡുകൾ സ്വീകരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഡിസാസ്റ്ററിൽ നമ്മൾ 3 ഫേസുകളായി 3 ഘട്ടങ്ങളായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടം. രണ്ടാമത്തത് ഡിസാസ്റ്റർ ഫേസ്, ആ ഡിസാസ്റ്റർ നടന്ന ഘട്ടം. പിന്നെന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്കറിയാറില്ലേ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഘട്ടം അല്ലെ, കാലഘട്ടം അല്ലെ, സ്വാതന്ത്ര്യം 1947 ആ സ്വാതന്ത്ര്യം കിട്ടിയ സമയം അല്ലെ. അതിനുശേഷം എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഘട്ടം അല്ലെ. പറയാറുണ്ടോ, പഠിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ സ്കൂളുകളിൽ ഹിസ്റ്ററിയില്? ഉണ്ടോ? അതേപോലെ ഡിസാസ്റ്ററിന് എന്താണ് 3 ഫേസ് ആയിട്ട് 3 ഘട്ടമായി തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഈവൻസ്. ഈ ഫേസിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്ന് വെച്ചാല് ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഹിറ്റ്. ഒരു ഡിസാസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിനെ വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ആ പീപ്പിൾസിന് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങുകളും നൽകുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് അവിടെയുള്ള ജനങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് ഇവാലുവേഷൻ അല്ലെ, വിലയിരുത്തുന്ന, ഇങ്ങനെ അത് എത്രത്തോളം എഫക്ട് ചെയ്യും ഇതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതും അവിടുത്തെ പീപ്പിൾസിന് ട്രെയിനിങ്ങുകൾ നൽകുന്നതും എന്താണ് പരിശീലനങ്ങൾ നൽകുന്നതും പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. നെക്സ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ഡിസാസ്റ്റർ വികസിപ്പിക്കുന്ന, ഡിസാസ്റ്റർ നടക്കുന്ന ആ പീരീഡ്, ആ ടൈമിനെ പറയുന്നതാണ് ഡിസാസ്റ്റർ ഫേസ്. നെക്സ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഘട്ടം. ഓക്കെ അല്ലേ? പ്രീ ഡിസാസ്റ്റർ ഫേസിലുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഇനി പഠിക്കാനുണ്ട് കേട്ടോ, കുറെ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പ്രീ ഡിസാസ്റ്റർ ഫേസ്, പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് പ്ലാനിങ് നടക്കുന്നത്. ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? ആണോ? അതല്ലേ പ്ലാൻ ചെയ്യണത്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് എന്താണ് അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അല്ലെ, അതിനെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അല്ലെ, അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സ്റ്റാഫുകൾ അതിനു വേണ്ടി പ്രയത്നിക്കണം അല്ലേ? ആണോ? അങ്ങനെയാണോ? അപ്പൊ നോക്കിയേ, പ്ലാനിങ്. മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് ഈസ് പെർഫോംഡ് ഇൻ ദി പ്രീ ഡിസാസ്റ്റർ ഫേസ്. മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ, മോസ്റ്റ് കൂടുതൽ വിലയിരുത്തലും പ്ലാനിങ്ങുകളും നടക്കുന്നത് എപ്പോഴാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. The hospital plans are prepared. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ട പ്ലാനുകൾ തയ്യാറാക്കുന്നു. ഓക്കെ ആയോ?
മോസ്റ്റ് ഓഫ് ദി ഇവാലുവേഷൻ കൂടുതൽ വിലയിരുത്തലുകളും എന്താണ് പ്ലാനിങ്ങുകളും പെർഫോം ചെയ്യുന്നത് സംഭവിക്കുന്നത് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. ഹോസ്പിറ്റലിലെ പ്ലാൻ തയ്യാറാക്കുന്ന ഒരു എന്താണ് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ, ഓരോ സ്റ്റാഫുകളും എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം അല്ലെ, നമുക്ക് അതിനു വേണ്ട റിസോഴ്സുകൾ എങ്ങനെ ഇവിടെ ഇറക്കാം അല്ലെ, ഹോസ്പിറ്റലുകൾ ലഭ്യമാക്കാം. ആണോ ആണോ പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തെല്ലാം കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ, ആണോ? ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാല് കാഷ്വാലിറ്റി മാത്രം പ്രവർത്തിച്ചാൽ മതിയോ? കാഷ്വാലിറ്റി മാത്രം പ്രവർത്തനം ഉണ്ടായാൽ മതിയോ? ഇല്ല. എന്തൊക്കെ പ്രവർത്തിക്കണം? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കണം അല്ലെ, നല്ല രീതിയിലുള്ള ICUവിന്റെ സേവനം വേണ്ടി വരും. എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളുടെ ഇൻപേഷ്യന്റ് വേണ്ടി വരും, ഔട്ട് പേഷ്യന്റ് വേണ്ടി വരും, ഫാർമസി വേണ്ടി വരും, ടെസ്റ്റുകൾ വേണ്ടി വരും അല്ലെ. ഓൾ ഡിപ്പാർട്ട്മെന്റ് ക്ലീനിങ്ങുകൾ വേണ്ടി വരും. ക്ലീനിങ് വേണ്ടേ? ക്ലീനിങ് സ്റ്റാഫുകള് മുതൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ്, എല്ലാവർക്കും വേണ്ട പ്രവർത്തനങ്ങൾ തയ്യാറാക്കണം അല്ലെ. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇങ്ങനെ പ്ലാൻ തയ്യാറാക്കിയാൽ മാത്രം മതിയോ? ഇപ്പൊ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു എക്സാം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മാനേജ്മെന്റിൽ. അതങ്ങനെ ഒരു 3-4 പേര് കൂടി ചർച്ച കൂടി പ്ലാനുകൾ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? നിങ്ങൾ അറിയിക്കണ്ടേ? സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങൾ തരണോ? തരണം അല്ലെ, റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരണം അല്ലെ, കറക്റ്റ് രീതിയിൽ റിട്ടേൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണ്ട അല്ലെ, അറിയിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൽ മതിയോ? റിട്ടേൺ ആയിട്ട് എഴുതണം അല്ലെ, റിട്ടേൺ ആയി എഴുതി തയ്യാറാക്കണ്ടേ? അതിൽ പറയുന്നത് അതാണ് പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. ഓരോ ഡിസാസ്റ്ററും സംഭവിച്ചു കഴിഞ്ഞാല് എന്തെല്ലാം രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും, അങ്ങനെയുള്ള റിട്ടേൺ ആയിട്ടുള്ള എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പറേഷൻസ് ഒക്കെ പ്ലാന് തയ്യാറാക്കുക. The hospital disaster plan has to be written down in a document form. ഹോസ്പിറ്റലില് ഈ ഡിസാസ്റ്റർ പ്ലാന് റിട്ടേൺ ആയിട്ട് എഴുതി ഒരു ഡോക്യുമെന്റ് ഫോമിൽ ഒരു രേഖ പോലെ തയ്യാറാക്കുക. എന്നിട്ട് എന്താണ്, കോപ്പീസ് ഓഫ് ദ സെയിം ഹാവ് ടു ബി അവൈലബിൾ ഇൻ ഓൾ ഏരിയ ഓഫ് ദി ഹോസ്പിറ്റൽ. നമ്മ പറഞ്ഞ പോലെ എന്താണ്, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവരെല്ലാവരും അറിയിക്കേണ്ടേ നമുക്ക്? ഈ ഡിസാസ്റ്റർ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ മാത്രം ആ പ്ലാന് നോക്കി പഠിച്ച് വെച്ചാൽ മതിയാവും? പറ്റില്ല. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കണം അല്ലെ, അതിന്റെ കോപ്പി നൽകുക. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എന്നിട്ട് എന്ത് കൊടുക്കുക? ആദ്യം ഒരു പ്ലാന് തയ്യാറാക്കി അത് റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചു. അതിനുശേഷം എന്ത് കൊടുക്കണം? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ. നിങ്ങൾക്ക് ഇവിടെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നില്ലേ? എല്ലാ ദിവസവും 1 മണിക്കൂർ ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഉണ്ടോ? ഉണ്ട്. എന്താ പ്രയോജനം? എന്താ? നിങ്ങൾക്ക് എക്സാം ട്രെയിനിങ് ആണ് അല്ലെ, ഒരു ട്രെയിനിങ് ആണ്. എക്സാം സിമ്പിൾ ആയി എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ. മോഡൽ എക്സാം വരുന്നുണ്ട്, അപ്പൊ ഫൈനൽ എക്സാം നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം അല്ലെ, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അങ്ങനെയല്ലേ? ആണോ? അപ്പൊ എന്ത് ചെയ്യുക? ഓക്കെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഡിസാസ്റ്റർ പ്ലാനിൽ എന്തായിരിക്കും? എല്ലാ സ്റ്റാഫുകൾക്കും അതിന് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക അല്ലെ, എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളും നൽകുക. അതെന്ത് ചെയ്യും? അവരെ
കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കും അല്ലെ. ആ ട്രെയിൻ അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ നല്ല രീതിയിൽ അല്ലെ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. മോക്ക് ഡ്രിൽസ് നടത്തും. ഓക്കെ അല്ലേ? ഇത് പറയാം നന്നായി ചെയ്യാൻ പറ്റുന്നത് സക്സസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് വെരി നെസസറി ഫോർ ദ സ്റ്റാഫ് ടു നോ അബൌട്ട് ആൻഡ് ഗെറ്റ് ട്രെയിൻഡ് ഇൻ ദ യൂസിംഗ് ദ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എമർജൻസി മാനുവൽ. എന്താണ് ഹോസ്പിറ്റലിലെ ഈ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എമർജൻസി മാനുവലിനെ കുറിച്ച് എല്ലാ സ്റ്റാഫുകൾക്കും എന്തുണ്ടാവാം ടു നോ അറിയാം അല്ലെ. എല്ലാ സ്റ്റാഫുകൾക്കും അറിവുണ്ടായിരിക്കുക. ആൻഡ് ഗെറ്റ് ട്രെയിൻഡ് ഇൻ യൂസിംഗ് ദ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ. എന്താണ് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ ഏതൊക്കെ രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും അതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ നൽകുക. Regular staff training by apt drills should be performed in this phase. എന്താണ് റെഗുലർ ആയിട്ടുള്ള സ്റ്റാഫ് ട്രെയിനിങ്ങുകൾ ബൈ ആപ്റ്റ് ഡ്രിൽസിലൂടെ ഓരോ കൃത്യമായിട്ടുള്ള ഡ്രിൽസുകളിലൂടെ കൊടുക്കുന്നത് ഇപ്പോൾ ഏത് പീരീഡിലാണ്? ഈ ഫേസിലാണ്, പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് ഓരോ സ്റ്റാഫുകൾക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രിൽ വർക്കുകള് ട്രെയിനിങ് നടത്തുന്നത്. ഡോക്ടർക്ക് വേണ്ട ട്രെയിനിങ് നഴ്സിന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട ഇപ്പൊ എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന ട്രയേജിന് കൊടുക്കുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട ട്രെയിനിങ്, റെസസിറ്റേഷൻ, CPR പോലുള്ള ട്രെയിനിങ്ങുകൾ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഓരോ സ്റ്റാഫുകൾക്കും അവർക്ക് അനുയോജ്യമായ ആപ്റ്റ് ആയിട്ടുള്ള എന്താണ് ഉചിതമായിട്ടുള്ള ഡ്രിൽസുകള് പരിശീലിപ്പിക്കുക. ക്ലിയർ ആയോ? പരിശീലിപ്പിക്കുന്നത് ഈ ഫേസിലാണ്, പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ്. വൺസ് ദ ഡിസാസ്റ്റർ പ്ലാൻ ഗെറ്റ്സ് റെഡി, ഒരു ഡിസാസ്റ്റർ പ്ലാന് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് the next stage, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? would be the education and training of the staff of the hospital about the plan and the specific role of each staff members in the event of a disaster. ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ സ്റ്റാഫുകൾക്കും ഒരു പ്രത്യേക റോൾ ഉണ്ടായിരിക്കും അല്ലെ, പ്രത്യേക പങ്കല്ലേ, അവര് എന്താണ് ജോബ് റോള് അല്ലെ ആണോ? ആണ്. അപ്പൊ ആ ഓരോ ജോബ് റോളും അനുസരിച്ച് എന്താണ് ആ ട്രെയിനിങ്ങുകളെ കുറിച്ച് അവർക്ക് എന്താണ് എഡ്യൂക്കേഷനും അറിവും അവർക്ക് വേണ്ട എന്താണ് ട്രെയിനിങ്ങുകളും നൽകുക, സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്ങുകളും നൽകുക എന്നതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ ഡിസാസ്റ്റർ എന്താണ് ആ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഈ ഡിസാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള അറിവും ഓരോ സ്റ്റാഫുകൾക്കും അനുയോജ്യമായിട്ടുള്ള അവരുടെ ജോബ് റോൾ അനുസരിച്ച് റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? Okay. Most of the existing category of health staff are needed to play a major role in the disaster management. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ എന്താണ് ഹോസ്പിറ്റലിലെ ഇപ്പൊ നിലവിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്തുണ്ട്? പങ്കുണ്ട് അല്ലേ? റോളുണ്ടോ? മേജർ റോളുണ്ടോ? ഞാൻ ക്ലീനിങ് സ്റ്റാഫാണ്, ഞാൻ സെക്യൂരിറ്റി സ്റ്റാഫാണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്ന് അവർക്ക് നീങ്ങി നിൽക്കാൻ പറ്റോ? ഇല്ല. അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ ജോബ് റോൾസുകൾ എന്തുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റില് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റലിൽ നിലവിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ ആളുകൾക്കും എന്തുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനില് ഒരു പങ്കുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ?
all of them require to be ready for the necessary managerial and technical skills for the effective and systematic management of the disaster. എന്താണ് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിൽ എന്താണ് എന്താ സംഭവിക്കാം? ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്, അവർക്ക് കറക്റ്റ് രീതിയിലുള്ള ഇൻഫർമേഷൻസ് അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അവർക്ക് നെസസറി മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നു അല്ലെ? സ്റ്റാഫുകൾക്ക് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ? എക്സിക്യൂട്ടീവ് ചെയ്യാൻ എളുപ്പമായിരിക്കാം, എങ്ങനെ അത് കൈകാര്യം ചെയ്യാം എന്താണ്. പിന്നെ അവർ കൂടാതെ അവരുടെ ടെക്നിക്കൽ സ്കില്ലുകൾ അല്ലെ, സാങ്കേതിക വൈദഗ്ധ്യവും എന്താണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇതായത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് എങ്കിൽ എന്താണ് അവിടെയുള്ള സ്റ്റാഫുകളുടെ എന്താണ് കാര്യക്ഷമതയും മാനേജറിയൽ സ്കില്ലുകളും പിന്നെ എന്താണ് ടെക്നിക്കൽ സാങ്കേതിക വിദ്യകളും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ അത്? ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? മോഡൽ എക്സാം എഴുതിയപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റുകളാണ് അല്ലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നൽകുന്നത്. എവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരാം അല്ലെ? അതെന്താണ്? ഓക്കെ ആയില്ലേ? ഈ സെന്റൻസ് ഓക്കെ ആയോ മിസ് പറഞ്ഞത്? Okay. A hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. ഒരു hypothetical disaster drill ആണ്, അതായത് ഒരു സാങ്കല്പിക ഡിസാസ്റ്റർ ഡ്രില്ല് ഉപയോഗിച്ചാണ് എന്താണ് ഒരു എമർജൻസി ഒരു പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് ഹോസ്പിറ്റലിലെ റെസ്പോൺസ് മികച്ചതാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമ്മൾ കുറെ വീഡിയോസ് കാണാറില്ല ഇങ്ങനെ എന്താണ് കൊച്ചുങ്ങളുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതിനെ കുറിച്ച് കാണാറുണ്ടോ? അല്ലെങ്കിൽ ഒരു തീപ്പൊള്ളലേറ്റാല് കാണാറുണ്ട്. അങ്ങനെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സാങ്കല്പികമായ ഒരു കാര്യം നമ്മൾ മനസ്സിൽ തന്നെ തയ്യാറാക്കും അല്ലെ? ഇങ്ങനൊരു കാര്യം ഉണ്ടായാല് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതെന്താണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്താണ് നമുക്ക് കറക്റ്റ് രീതിയിൽ അതിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ ചിലപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ നൈബർ അടുത്തുള്ള ഏതെങ്കിലും കൊച്ചിന് എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാല് നമുക്ക് എന്താണ് ആ എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് അതിനെതിരെ കറക്റ്റ് രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അല്ലെ? പ്രതികരിക്കാൻ പറ്റുന്നില്ലേ? ആണോ? ആണ്. ഇപ്പൊ നമ്മ കുറെ വീഡിയോസ് CPR കൊടുക്കുന്നത് അല്ലെ, കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുവഴി നമുക്ക് എന്താണ് കറക്റ്റ് രീതിയിൽ അത് റെസ്പോണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരുപാട് ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ CPR കൃത്രിമ ശ്വാസം കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാല് എപ്പോഴാണ് നമുക്ക് അത് ആവശ്യം വരാന്ന് അറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് കറക്റ്റ് രീതിയിൽ പെർഫെക്റ്റ് ആയ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കുന്നു, റെസ്പോൺസ് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ്, an effective disaster drill has to be realistic, interactive and moderately stressful for the participants. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രില്ലാണ് അവർക്ക് നൽകുന്നതെങ്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പെർഫെക്റ്റ് ഇത് എന്തൊക്കെയായിരിക്കും ഡ്രില്ല് ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻ അങ്ങനെ അധികം വരില്ല ആ ഭാഗത്തുനിന്നും.
നെക്സ്റ്റ് ഇഫക്റ്റീവ് ഡിസാസ്റ്റർ ഡ്രിൽസ്, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രില്ലാണ് നൽകുന്നതെങ്കിൽ അതെന്തായിരിക്കും? റിയലിസ്റ്റിക്, യാഥാർത്ഥ്യബോധമുള്ളത് അല്ലെ. ഇന്ററാക്റ്റീവ്, എന്താണ്? കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിരിക്കും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് ഉള്ള അല്ലെ, സംവേദനാത്മകമായിരിക്കും. പിന്നെ എന്താണ്? ആൻഡ് മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ ആയിരിക്കും, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതായിരിക്കും ഇല്ലേ. ഈ കുറെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തതോടെ എക്സാം എഴുതിയപ്പോ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയ? ഫീൽ ചെയ്തേ? നിങ്ങൾ എളുപ്പത്തിൽ ചെയ്തില്ലേ? കുറെ പേര് 20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെ, 30 മിനിറ്റ് കൊണ്ടൊക്കെ എക്സാം കഴിഞ്ഞവരുണ്ട്. ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ എന്താണ്? റിയലിസ്റ്റിക് ആയിരിക്കും അല്ലെ, യാഥാർത്ഥ്യബോധമുള്ളതും ഇന്ററാക്റ്റീവ് കൂടുതൽ സംവേദനാത്മകവും. പിന്നെ എന്താണ്? നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതും ആയിരിക്കും അല്ലെ. സമ്മർദ്ദം കുറയ്ക്കില്ലേ? അത് ചെയ്യുന്ന സ്ട്രെസ്ഫുൾ ഫോർ ദി പാർട്ടിസിപ്പൻസ്, അത് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് ആളുകൾക്ക് അതെന്താണ്? റിയലിസ്റ്റിക് ആയിരിക്കും, ഇന്ററാക്റ്റീവ് ആയിരിക്കും, മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആയോ? അത് the objective of mock drills to be assess the emergency preparedness plan of the organization and scrutinize standard operating procedures so that concerned person would perform their duties in an effective manner while keeping in cognizance of life and property. Mock drill in the ലക്ഷ്യം, എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ, ഇവിടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ അടിയന്തര തയ്യാറെടുപ്പ്, അതായത് എമർജൻസി പ്ലാനുകള് പ്രിപ്പയർഡ് ചെയ്യാൻ അല്ലെ, തയ്യാറെടുക്കാനും. പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയുമാണ്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ എന്താണ് ആളുകൾക്ക് എമർജൻസി പ്രിപ്പയർഡ് പ്ലാൻസ് ഇല്ലേ, അടിയന്തര സാഹചര്യങ്ങള് അവർക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്ന് മനസ്സിലാകുന്നില്ലേ? ഒരു അടിയന്തര തയ്യാറെടുപ്പ്. പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറിന് വേണ്ട സ്ക്രൂട്ടിനിറ്റി, സൂക്ഷ്മ പരിശോധന നടത്താൻ സാധിക്കുന്നു അല്ലേ. സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടിനൈസ് നടത്താൻ സാധിക്കുന്നു. അതുവഴി എന്താണ് നടക്കുന്നത്? സോ ദാറ്റ് കൺസേൺഡ് പേഴ്സൺ, അതുവഴി എന്താണ്? അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ എന്താണ് സ്വത്തിനോ, അതായത് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എന്താണ് അവർക്ക് കൊടുത്ത ചുമതലകള് ഫലപ്രദമായി നിർവഹിക്കാൻ സാധിക്കുന്നു അല്ലേ. നമുക്കറിയാം ഒരുപാട് മോക്ക് ഡ്രിൽസുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം ഇന്ന രീതിയിൽ ചെയ്താൽ അത് ഡേഞ്ചർ ആണ് അല്ലെ, നമുക്ക് അപകടം ഉണ്ടാക്കാം എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ലേ? പറ്റോ? പറ്റൂല്ലേ. അപ്പൊ എന്താണ്? കറക്റ്റ് രീതിയിലുള്ള മോക്ക് ഡ്രിൽസുകളാണ് കൊടുത്തതെങ്കിൽ എന്താണ് അവർക്ക് അവർക്ക് കൊടുത്ത ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി അവരുടെ ജീവനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്തിനോ ആരോഗ്യത്തിനോ ബാധകമാവാത്ത രീതിയിൽ ഉചിതമായി അവർക്ക് നിർവഹിക്കാൻ സാധിക്കുന്നു, എഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ക്ലിയർ ആണോ? വേറെ ആരോ പറഞ്ഞേക്കുന്നത് സ്നേഹ. ഓക്കെ ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്, ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ്നെസ് ഷുഡ് ഇൻക്ലൂഡ്. ഒരു ഡിസാസ്റ്ററിനുള്ള തയ്യാറെടുപ്പില് ഇതിനുള്ള ട്രെയിനിങ്ങില്, പരിശീലനത്തില് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ അല്ലെ, എന്തെങ്കിലും വീഴുന്നത്, ഡിബ്രിസ് എന്ന് പറഞ്ഞാല്
അവശിഷ്ടങ്ങൾ, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീഴുക, അങ്ങനെ എന്തെങ്കിലും മേത്തിട്ട് അവരുടെ മേത്തിട്ട് വീഴുന്നതിനുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ അല്ലേ ഉൾപ്പെടുത്തണോ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിനുള്ള ട്രെയിനിങ്ങുകൾ നൽകിയിട്ടുണ്ടായിരിക്കണം. PPE കിറ്റുകൾ പോലെയുള്ള എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദി വൂണ്ടഡ്, എന്താണ് പരിക്കേറ്റവരെ ഉടൻ രക്ഷിക്കാൻ വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക അല്ലെ, കൊടുക്കണ്ടേ? അങ്ങനെയുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണ്ടേ? ഉണ്ടായിട്ടുള്ള പരിക്കേറ്റവരെ ഉടൻ രക്ഷിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക. നെക്സ്റ്റ് എന്താണ്? ട്രയേജ് ഓഫ് ദി വൂണ്ടഡ് അല്ലെ, പരിക്കേറ്റവർക്ക് ട്രയേജ് കൊടുക്കുന്നതിനുള്ള ട്രെയിനിങ് നൽകുക അല്ലെ, അവരെ കാറ്റഗറൈസ് ചെയ്യുന്നതിന്, സോർട്ട് ചെയ്യുന്നതിന് വേണ്ട ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ എന്താ, ഒട്ടും അധികം നോർമൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി പറ്റിയ ആളും മേജർ ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിയ ആളുകളാണ്. അപ്പൊ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലെ, ആർക്കാണ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ ട്രയേജ് ഓഫ് ദി വൂണ്ടഡ്, പരിക്കേറ്റവർക്ക് ട്രയേജ് കൊടുക്കുന്നതിനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. റെസസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇഞ്ചേർഡ് വിക്ടിം, എന്താണ്? പരിക്കേറ്റവർക്ക് പുനരുജ്ജീവന ചികിത്സ, റെസസിറ്റേഷൻ, ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനുള്ള ട്രെയിനിങ് അല്ലെ, CPR, പിന്നെന്താണ് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകൾ അല്ലെ, മുറിവ് പറ്റിയവർക്ക് ഫസ്റ്റ് എയ്ഡ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പ്രിപ്പോസിഷൻ ഓഫ് റിലീഫ് സപ്ലൈസ്, അവർക്ക് ആവശ്യമായ ദുരിതാശ്വാസ സാമഗ്രികളുടെ മുൻകരുതൽ, പ്രിപ്പോസിഷൻ നല്ല മുൻകരുതല്, അത് ശേഖരിക്കണം എന്നവര്. സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ അല്ലെ, ക്ഷാമം വരാം അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ വരാ, ഹോസ്പിറ്റലില് റിസോഴ്സുകളുടെ ലാക്ക് വരാനോ, ഒന്നൂടെ ഷോർട്ടേജ് വരാം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇങ്ങനെയുള്ള സാധനങ്ങള് പ്രിപ്പോസിഷൻ ചെയ്യാനുള്ള മുൻകരുതൽ ഉണ്ടായിരിക്കണം. സർജിക്കൽ എക്യുപ്മെന്റ്സുകള്, എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെഡിസിനുകള്, ബ്ലാങ്കറ്റുകള്. നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള താൽക്കാലിക ജലവിതരണം സ്ഥാപിക്കൽ, അതിനുള്ള ട്രെയിനിങ് ഉണ്ടാവണം. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റീസ്, വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എന്ത് ചെയ്യുക, അവിടെ റെസ്പോൺസിബിലിറ്റീസ് അലോക്കേറ്റ് ചെയ്യുക, വിനിയോഗിക്കുക അല്ലെ, ഓരോരുത്തർക്കും കൊടുത്ത റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ അവരെ കറക്റ്റ് രീതിയിൽ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുക. ഓക്കെ ആണോ? ഫോളിംഗ് ഡിബ്രിസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ, ഡിബ്രിസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, മോളിൽ നിന്നൊക്കെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ വീടില്ലേ? ഓക്കെ, ഒരു കെട്ടിടം ഇടിഞ്ഞ് വീഴാണ്, അതല്ലെങ്കിൽ ഒരു പൊട്ടൽ ഉണ്ടാവാണ്. അപ്പൊ എന്ത് ചെയ്യും? മോളിൽ നിന്നൊക്കെ സാധനങ്ങൾ അല്ലെ, മണ്ണും കല്ലും ഒക്കെ വീഴോ? അല്ലെങ്കിൽ ഒരു തീപിടുത്തം, ഫയർ ഉണ്ടാവാണ്, വീഴോ? അവശിഷ്ടങ്ങൾ വീഴോ മോളിൽ നിന്ന്? മിസ് എടുത്ത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ മിസ്. ബാക്കി നെക്സ്റ്റ് സെക്ഷൻ തുടങ്ങി കഴിഞ്ഞാല് കഴിയില്ല നമ്മുടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, ma'am. Thank you, Miss.